3 മലയാള ചിത്രങ്ങളടക്കം 5 പ്രധാന സിനിമകളാണ് അവധിക്കാല റിലീസായി ഏപ്രിൽ 10-ന് തിയേറ്ററുകളിൽ എത്തിയത്. മോളിവുഡിൽ മമ്മൂട്ടിയുടെ ബസൂക്ക, നെസ്ലന്റെ ആലപ്പുഴ ജിംഖാന, ബേസിലിന്റെ മരണമാസ് എന്നിവ ഒരുമിച്ചെത്തിയപ്പോൾ അവയ്ക്ക് ക്ലാഷുമായി തമിഴിൽ നിന്ന് അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലിയും സണ്ണി ഡിയോളിന്റെ ഹിന്ദി ചിത്രം ജാട്ടും റിലീസ് ചെയ്തിരുന്നു. ഈ സിനിമകളെല്ലാം പുറത്തിറങ്ങി മികച്ച അഭിപ്രായങ്ങൾ നേടി ഒരാഴ്ച പിന്നിടുകയാണ്. ആരാണ് ഇതിൽ വാരാന്ത്യ കളക്ഷനിൽ വിജയിച്ചത്? 5-ൽ ഏത് ചിത്രമാണ് റെക്കോർഡുകൾ തീർക്കുന്നത്? നോക്കാം. മോളിവുഡിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മുൻപന്തിയിലുള്ളത് നെസ്ലന്റെ ജിംഖാനയാണ്. ഒരു മമ്മൂട്ടി ചിത്രത്തിനോടൊപ്പം ക്ലാഷ് വെച്ച് അതിൽ മറ്റൊരാൾ വിന്നറാകുന്ന കാഴ്ച അത്ര പരിചിതമല്ല മലയാളികൾക്ക്. അതിനെയാണ് ആലപ്പുഴ ജിംഖാനയിലൂടെ ഖാലിദ് റഹ്മാനും നെസ്ലനും ബ്രേക്ക് ചെയ്തത്. വേൾഡ് വൈഡായി 34 കോടിക്ക് മുകളിൽ ചിത്രം ഇതിനോടകം നേടിയെന്നാണ് ട്രാക്കിംഗ് വെബ്സൈറ്റായ സാഗ്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യ ദിനം 4 കോടിക്ക് മുകളിൽ നേടിയ ജിംഖാന മികച്ച പ്രതികരണങ്ങളോടെ മുന്നേറുകയാണ്. രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ 200-ൽ നിന്ന് 236 സ്ക്രീനുകളിലേക്കും ജിംഖാനയുടെ ഷോകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 8 ദിവസം കൊണ്ട് 22 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ. സ്പോർട്സ് ഡ്രാമകളിൽ ക്ലൈമാക്സിൽ മുഖ്യ കഥാപാത്രം വിജയിക്കുന്ന സ്ഥിരം ക്ലീഷയെ പൊളിച്ചെടുക്കുന്ന ജിംഖാന ബോക്സ് ഓഫീസ് റെക്കോർഡുകളും പൊളിച്ചെടുക്കുകയാണ്. കഴിഞ്ഞ വർഷം പ്രേമലുവിലൂടെ 100 കോടിയടിച്ച നെസ്ലൻ ഒരു പ്രോമിസിംഗ് താരമായി മാറുന്ന കാഴ്ചയും ഇതിലൂടെ വ്യക്തമാണ്. ജിംഖാനയ്ക്ക് പിന്നിൽ രണ്ടാമതായാണ് മമ്മൂട്ടിയുടെ ബസൂക്ക. 22 കോടിക്ക് മുകളിലാണ് ചിത്രം ഇതുവരെ വേൾഡ് വൈഡായി നേടിയ കളക്ഷൻ. 12 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന് കേരളത്തിൽ നിന്നുള്ള ഗ്രോസ് കളക്ഷൻ. ആദ്യ ദിനം വേൾഡ് വൈഡായി 5 കോടിക്ക് മുകളിൽ ചിത്രത്തിന് നേടാനായിരുന്നു. ബസൂക്കയ്ക്ക് മുൻപ് റിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ഇരുപത് കോടിക്കടുത്തായിരുന്നു വേൾഡ് വൈഡായി നേടിയത്. ഈ കളക്ഷനെയും ബസൂക്ക പിന്തള്ളിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ബേസിലിന്റെ മരണമാസ്. 13 കോടിയോളമാണ് ചിത്രം ഇതുവരെ നേടിയ വേൾഡ് വൈഡ് കളക്ഷൻ. ഇതിൽ 8 കോടിക്ക് മുകളിലാണ് കേരള ഗ്രോസ് കളക്ഷൻ എന്നാണ് റിപ്പോർട്ട്. സിജു സണ്ണിയുടെ കഥയിൽ ശിവപ്രസാദ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ടൊവിനോ തോമസും ഒരു നിർമ്മാണ പങ്കാളിയാണ്. ആദ്യ ദിനം കേരളത്തിൽ നിന്ന് 1 കോടിക്ക് മുകളിൽ സിനിമ നേടിയെന്നായിരുന്നു റിപ്പോർട്ട് വന്നിരുന്നത്. വൻ ഹൈപ്പിലെത്തി തിയേറ്ററിനകത്തും പുറത്തും വൻ കോളിളക്കം സൃഷ്ടിച്ച മോഹൻലാലിന്റെ എമ്പുരാനും ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനത്തിലുണ്ട്. ഏപ്രിൽ 10 മുതൽ ഈ ദിവസം വരെ 3 കോടിക്കടുത്താണ് ചിത്രത്തിന്റെ നെറ്റ് കളക്ഷൻ. ഇതിനോടകം 265 കോടിക്ക് മുകളിലാണ് എമ്പുരാന്റെ വേൾഡ് വൈഡ് കളക്ഷൻ. 85 കോടിക്ക് മുകളിൽ കേരള ഗ്രോസ് നേടിയ എമ്പുരാൻ പുലിമുരുകന്റെ റെക്കോർഡ് തകർത്തെന്നും റിപ്പോർട്ടുകളുണ്ട്. ഏപ്രിൽ 17-ന് കേരളത്തിൽ ഗുഡ് ബാഡ് അഗ്ലിയോടൊപ്പം 21 ലക്ഷത്തിന് മുകളിലാണ് എമ്പുരാന്റെയും കളക്ഷൻ. ചിത്രം ഏപ്രിൽ 24-ന് OTTയിലും റിലീസ് ചെയ്യുകയാണ്. മോളിവുഡിലെ ഈ ആഴ്ചയിലെ കളക്ഷൻ റെക്കോർഡുകൾ ഇങ്ങനെയാണെങ്കിൽ തമിഴിൽ ഇതല്ല സ്ഥിതി. വെറും ഒരൊറ്റ സിനിമയാണ് തമിഴിൽ നിന്ന് ഏപ്രിൽ 10-ന് എത്തിയത്. തല അജിത് കുമാറിന്റെ ഗുഡ് ബാഡ് അഗ്ലി. ആദിക് രവിചന്ദ്രന്റെ ഫാൻ ബോയ് സംഭവമായ ഗുഡ് ബാഡ് അഗ്ലി വിടാമുയർച്ചയിലൂടെ അജിത്തിനുണ്ടാക്കിയ ക്ഷീണം തീർക്കുന്ന വിധത്തിലാണ് കുതിക്കുന്നത്. 190 കോടിക്കടുത്താണ് ഇതുവരെയുള്ള ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ. ഇതിൽ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 115 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന് നേടാനായത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3.5 കോടിക്ക് മുകളിൽ ചിത്രം നേടിയെന്നും റിപ്പോർട്ടുകളുണ്ട്. കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിൽ ഒരു അജിത് ചിത്രം ശക്തമായി മുന്നേറുന്നത്. ഈ വർഷം പുറത്തിറങ്ങിയ തമിഴ് ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയതും ഗുഡ് ബാഡ് അഗ്ലി തന്നെ. പ്രദീപ് രംഗനാഥന്റെ ഡ്രാഗണെയാണ് അജിത് ചിത്രം കടത്തിവെട്ടിയത്. തന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തുന്ന അജിത്തിനെയാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. സണ്ണി ഡിയോളിന്റെ ജാട്ട് ഇതിനോടകം 76 കോടി രൂപ വേൾഡ് വൈഡായി നേടിയിട്ടുണ്ട്. എങ്കിലും ഗുഡ് ബാഡ് അഗ്ലി ഉണ്ടാക്കിയ ഓളം കാരണം സൗത്ത് ഇന്ത്യയിൽ ചിത്രത്തിന് കാര്യമായ നേട്ടം ഉണ്ടാക്കാനായിട്ടില്ല. 61 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ഇതുവരെയുള്ള നെറ്റ് കളക്ഷൻ. കഴിഞ്ഞ മാസവും ഏപ്രിൽ തുടക്കവും എമ്പുരാൻ കൊണ്ടുപോയെങ്കിൽ ഏപ്രിൽ പകുതിയാകുമ്പോൾ അജിത് ചിത്രമാണ് കുതിപ്പ് നടത്തുന്നത്. ചിത്രത്തിന് ഇതുവരെ എമ്പുരാന്റെ ടോട്ടൽ കളക്ഷന്റെ അടുത്ത് എത്താനായിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ എമ്പുരാനോടൊപ്പം അജിത്തും എത്തിയേക്കും. മലയാളത്തിൽ ജിംഖാനയുടെ കുതിപ്പും തുടരുമെന്നതിൽ സംശയമില്ല. ബസൂക്കയ്ക്കും മരണമാസിനും ഇനി ജിംഖാനയെ വീഴ്ത്താനാകുമോ എന്നതും കാത്തിരുന്നു കാണാം.